ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം അവിടെ ചന്ദ്രികമ്മയാണ് രാമായണ പാരായണം ചെയ്തത്. എല്ലാം ഭംഗിയായി എന്ന് പറഞ്ഞു. അപ്പോൾ 3-4 പേരുണ്ടായിരുന്നു കേൾക്കാനുള്ളത്. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ പോയ കാര്യം അതെ വളരെ നന്നായി. ഇവിടുന്ന് പോകുമ്പോൾ മഴ ഉണ്ടെങ്കിലും കുറച്ച് ഞങ്ങൾ ഒരു നമ്മുടെ ഇവിടെയുള്ളൊരു 11 പേര് നാമജപത്തിലിരിക്കണവരങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേര് 4 പേരൊറ്റ നേരത്തെ പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ്, അവിടെയൊക്കെ വെള്ളം കയറണമെന്ന് ഉള്ളത് വിവരം അറിഞ്ഞപ്പോൾ അവർ ആ ട്രെയിനിന് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് പോകുന്നത്. പക്ഷേ ട്രെയിനൊക്കെ റദ്ദാക്കിയ കാരണം കൊണ്ട് അവർ ബസ്സിന് വന്നു എന്ന് പറഞ്ഞു. അവരൊന്നും ബുദ്ധിമുട്ടില്ലാണ്ട് എത്തി. ഞങ്ങൾ അവിടെ ചെന്ന വഴി തന്നെ നാരായണാലയത്തിലേക്കാണ് നേരെ പോയത്. ഭഗവാന്റെ നടയിൽ നിന്നൊന്ന് തൊഴുത് നാരായണാലയത്തിൽ പോയിട്ട് നാമം ജപിക്കാനായിട്ട് ഇരുന്നിട്ട് ഒരു 11:30 വരെ അവിടെ ഇരുന്ന് ജപിച്ചു. നിങ്ങളോട് ആ ജപത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അനുഭവം ഉള്ളത് അവരിവിടെ വന്ന് ജപിച്ചിട്ട്. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ട് പിന്നെ ക്യൂ നിന്ന് ഉള്ളിൽ പോയി ഭഗവാനെ തൊഴുതു. ഇന്നലത്തെ ദർശനം എന്ന് വെച്ചാൽ പരമാനന്ദ ദർശനം തന്നെയായിരുന്നു ഇന്നലത്തെ ദർശനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ അടുത്തേക്ക് നീങ്ങി നിൽക്കണ പോലെ ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ തോന്നുള്ളൂ. എപ്പോഴും കുമാരേട്ടൻ ആ ഉച്ചപൂജ അലങ്കാര വർണ്ണന പറയുമ്പോൾ വിചാരിക്കും, ഈശ്വര ഇങ്ങനെ എത്ര കൃത്യമായിട്ടൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ അത്ര നേരം നോക്കി നിന്ന് കാണണ്ടേ. ആ കുമാരേട്ടൻ അത്രയും നേരം നോക്കി നിന്നിട്ട് എന്തൊരു ഭാഗ്യമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇന്നലെ ചെന്നിട്ട് തൊഴാനായിട്ട് ചെന്ന് നിന്നപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കുറേ സമയം അവിടെ നിന്ന് നടയിൽ തന്നെ നിന്ന് തൊഴാനായിട്ട് സാധിച്ചു. നീങ്ങാനൊന്നും ആരും പറഞ്ഞില്ല. ഭാഗ്യത്തിന് ആരും നീങ്ങുന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ ശരിക്കും അതെ നല്ല വണ്ണത്തിൽ തടുക്കും മുടുക്കുന്നതിനുള്ള ഒരു ഉണ്ണിക്കണ്ണൻ എന്തൊരു ഭംഗിയാണ്. അത്രയും ഭംഗിയിലാണ് ആ ഒരു രൂപം മുഴുവനും. ആ കുമാരേട്ടൻ പറയണ പോലെ അടി തൊട്ട് മുടി വരെ ഇങ്ങനെ ആ പറയണ പോലെ കാണാനായിട്ട് ഇന്നലെയാണ് സാധിച്ചത്. അത് കഴിഞ്ഞ് തൊഴുത് പുറത്ത് കടന്ന് അവിടെ കുറച്ച് പേരൊക്കെ, കാരണം ഓരോരുത്തരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് പേരൊക്കെ നേരത്തെ പോയി ഊണൊക്കെ കഴിച്ച് പിന്നെ തൊഴാനാണെന്നില്ല. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാൻ വിചാരിച്ച് തൊഴുത് ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഞങ്ങളങ്ങനെ നടന്ന് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നടന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ അങ്ങനെ ആരുമില്ല, ആരും കടക്കണിയൊന്നും കാണില്ല, വാതിൽ തുറന്നു കിടക്കണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയതിൻ്റെ പിന്നാലെയാണ് ക്യൂവിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. മഴ കാരണം പതുക്കെ നടന്നു വരികയായിരുന്നു, അത് അറിഞ്ഞില്ല. എന്നാലും ആരൊന്നും അത്ര തിരക്കില്ലാത്ത കാര്യം കൊണ്ടൊന്നും ആരും തടസ്സം പറഞ്ഞില്ല. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഒരു വിഷമം, ഈശ്വര തെറ്റ് ചെയ്ത പോലെ. കാരണം ക്യൂ നിൽക്കേണ്ട ആൾക്കാർ എന്നുള്ളത് കണ്ടില്ലല്ലോ. അങ്ങനെ അന്നപ്രസാദം കഴിഞ്ഞിട്ട് വീണ്ടും നാരായണാലയത്തിൽ നാമം ജപിക്കാനിരിക്കാം, 3 മണി വരെ ഇരിക്കാം എന്ന് കരുതിയിട്ടാണ് വീണ്ടും പോയത്. അപ്പോൾ 1 മണിക്ക് ആയപ്പോഴേക്കും വീണ്ടും അവിടെ ചെന്ന് ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർക്കും അറിയിപ്പ് വന്നു, കോഴിക്കോട് നിന്ന് വരുന്നവരല്ലേ, വഴിയിൽ മുഴുവനും വെള്ളമാണ്, വണ്ടികളൊന്നും പോകാണ്ടായി തുടങ്ങിയപ്പോൾ നിങ്ങൾ വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അവർ അത് ഒരു 2 മണിയോട് കൂടിയിട്ട് സമർപ്പിച്ചു. അപ്പോൾ ആ സമർപ്പണം കൂടി അനുഭവിക്കുക, അതൊരു വല്ലാത്ത അനുഭവമാണ്. സമർപ്പണം ആ ഭജനയൊക്കെ പാടിയിട്ട് അത് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇട്ട് തന്നു. പക്ഷെ അതങ്ങനെ മൊബൈലിൽ കേട്ടിട്ടൊന്നും പറ്റില്ല, അതിൻ്റെ ഉള്ളിലിരുന്ന് അനുഭവിക്കണം. അതൊരു അനുഭവമായിരുന്നു ശരിക്കും.
ഇന്നലത്തെ ഒരു യാത്ര ശരിക്കും അത് സഫലമായത് ആ ഒരു ഭജനയാണ്. അവസാനത്തെ ഭജന ഗംഭീരായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 മണിയോട് കൂടിയിട്ട് പോന്നു. ഇവിടെ എത്തിയപ്പോൾ 6:30 ആയിരുന്നേ ഉള്ളൂ. കാരണം വഴിയിൽ ഇതുവരെ പ്രളയമൊക്കെ ടി വിയിലൊക്കെ കണ്ടായിരുന്നവർക്ക് നേരിട്ട് കണ്ട് അതിൻ്റെ ഒരു ഭയമൊക്കെ അനുഭവിക്കാനുള്ള അതും കൂടി ഭഗവാൻ കാണിച്ചു. നമ്മൾ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇതൊക്കെ ടി വിയിൽ കാണുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് തരണം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അപകട മേഖലയെക്കൂടെ തരണം ചെയ്ത് വരുമ്പോൾ. കാരണം ബസ് അങ്ങോട്ടും പിടിച്ചിട്ട് എവിടേക്കാ മറിയോ എവിടെയാ കുഴിയോ ഒന്നും അറിയില്ല, അത്രയും വെള്ളമാണ്. അതിൽ കൂടെയാണ് വന്നത്. പക്ഷേ എല്ലാ പ്രളയത്തിനെയും അതിജീവിക്കാനായിട്ട് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ തീർക്കാനായിട്ട് ആ ഭഗവാൻ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. കാരണം ഇതൊക്കെ ഇങ്ങനെ വന്ന് ഭവിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് തീർച്ചയാണ്. പക്ഷേ ആ ഭഗവാന്റെ ആ കാരുണ്യം അനുഭവമായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ്. എവിടേക്കെങ്കിലും പോവുകയെന്ന് പറയുമ്പോൾ പോയി വരുന്നത് വരെ എല്ലാം ഭംഗിയാവണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സജ്ജനങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ കാരുണ്യം, ആ പ്രാർത്ഥന ഭഗവാനിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ കാരുണ്യമായിട്ട് അത് നമ്മളിലേക്ക് എത്തണം. അങ്ങനെയാണ് ഒക്കെ സഫലമാവണത്. അല്ലാണ്ട് നമ്മളുടെ ഒരാളുടെയും മിടുക്കല്ല. ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ വന്നിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ മഹത്വമാണെന്ന് വിചാരിക്കരുത്. അത് അത്രയും അവരുടെ മഹത്വം, അവരുടെ മനസ്സിൻ്റെ ഒരു മഹത്വം. ഇന്നലെ ഗുരുവായൂർ വന്നപ്പോൾ ഒരു അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പനെ കണ്ടതിൻ്റെ ഫലം എനിക്കിപ്പോഴാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് അതാ അമ്മയുടെ മനസ്സിൻ്റെ മഹത്വം. കാരണം ആ അമ്മ മഹാത്മാക്കൾ എന്നുള്ള രീതിയിൽ അവരെ ഈശ്വരനായിട്ട് തന്നെ നേരിട്ട് കാണുന്ന പോലെ അമ്മയുടെ മനസ്സ് അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മുടെ വലിയ മഹത്വത്തിലല്ല. അപ്പോൾ ആ അമ്മയുടെ പാദത്തിന് നമ്മൾ നമസ്കരിക്കുക. അങ്ങനെയാണ് ഓരോരുത്തരായാലും. അപ്പം അത് അവർ വന്ന് നമ്മളോട് ആ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ഇതൊക്കെ ആ ഭഗവാന്റെ അപാരമായ കാരുണ്യമാണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഒന്നുമല്ല, ആരുമല്ല, എല്ലാവരെ പോലെ ഒരാൾ തന്നെയാണ് എന്നുള്ള ആ ഒരു ശരിക്കും ഒരു വ്യത്യാസമില്ല. ഗുരുവായൂരപ്പന് ഒരു വ്യത്യാസമില്ല. അപ്പോൾ അവിടെ ചെന്നവർക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം ആവില്ല വേറൊരാൾക്കുണ്ടായ. കാരണം ഓരോരുത്തരുടെയും അനുഭവം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് അവിടെ അനുഭവങ്ങൾ ഉണ്ടാവുക. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ കണ്ടു തൊഴാൻ ഭാഗ്യം ലഭിക്കും. ഗുരുവായൂരപ്പൻ്റെ അന്നപ്രസാദമൊക്കെ കഴിച്ച് സന്തോഷിക്കുന്ന വിചാരിച്ചാൽ വിഭവസമൃദ്ധമായിട്ട് മിഷ്ടാനായിട്ട് അത് അനുഭവം. അത് നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ ഭഗവാന്റെ അത് അത്രയും പുണ്യത്തോടു കൂടിയിട്ടാണ്. അതുപോലെ ശരിക്കും ഇന്നലെ ആ നാമജപം മനസ്സിലേക്ക് നിറയണം. എപ്പോഴൊക്കെയോ നാമജപം കുറഞ്ഞു പോകുന്നുണ്ട്. ആ നാമജപത്തിൻ്റെ ശക്തി കുറയുന്നുണ്ട്. അതിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനർജി ബൂസ്റ്റ് കഴിക്കില്ലേ നമ്മളിപ്പോൾ വിറ്റാമിനൊക്കെ കറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഗുളികകളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണ പോലെ ഇടയ്ക്ക് ഇങ്ങനെ സത്സംഗത്തിലിരുന്നാലേ നമുക്കത് അനുഭവമാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചെന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, കസാരയിലൊക്കെ ഇങ്ങനെ ഇരുന്നു. കസാരയിൽ അത് അനുഭവമാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആരും അത് ആസ്വദിക്കണില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. പായയിൽ വന്നിരുന്നപ്പോഴാണ് എല്ലാവർക്കും അത് പിന്നെ അത്രയും അനുഭവമായത്. അത് അനുഭവമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും എല്ലാം നന്നായി. നിങ്ങളുടെ ഓരോരുത്തരും ഇവിടെ ഇരിക്കണ ഓരോരുത്തരുടെയും കൂടി പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാവരുടെ പാദത്തിൽ നമസ്കരിക്കണം. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം.
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ശ്രീഹരയേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ജാനകീ ജീവനസ്മരണം. ഇന്നലെ നമ്മൾ ആ സുഗ്രീവ അഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ എത്രയാണോ ഭഗവാൻ തീരുമാനിക്കണത്, ഭഗവാൻ നിശ്ചയിക്കണത്, അത്രയും വരെ നമുക്ക് അത് എത്താനായിട്ട്, പാരായണം ചെയ്ത് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹത പര്യന്തമാഹന്ത ചെയ്ക നീ. രാമാജ്ഞയാതലിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരൂപമാത്യ പ്രധാനന്മാരും പൗരാജനങ്ങളുമായി നൃപേന്ദ്രോചിതം മൃദംഗാദിവാദ്യഘോഷത്തോടും ശസ്ത്രോക്തമാർഗേണ കർമ്മം പിഴച്ചത സ്നത്വാജഗാമാരകൂത്തമാ സന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം മന്ദർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശതേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടാനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം, പ്രീതനായി പോയാലും ആശുമജ്ഞയ രാജ്യാധിപത്യം നിനക്ക് തന്നേനിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനാമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രീ ജയ്യും അഭിഷേകമാതരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാവാർത്ഥാഭിഷേചയ പ്രഭോ. സർവാമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ.
അദ്രീശിഖരെ വസിക്കുന്നതുണ്ടു ഞാനദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലൽ. പിന്നെ പരീക്ഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കി താനിരിപ്പേടാം അറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമാസഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടു ധാരാത്മജയി സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരീപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടു. പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതാമുദാശിഖീരം പ്രവേശിച്ചു. നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫാടികാദീപ്തി കലർന്നു വിളങ്ങിന ഹടകാദേശം മണിപ്രഭരോജ്വലം വാതാവരിഷായി ഹിമാതാപവാരണം പാദപവൃന്ദാഫലമൂലസഞ്ചിതം തത്രൈവ വാസായ രോജയാമാസ സൗമിത്രേണ രാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം സദാ മർത്യവേഷം കൊണ്ടു നാരായണം തന്നെ പക്ഷീമൃഗാതിരൂപം ധരിച്ച് അന്വഹം പക്ഷീതുജനെ ഭജിച്ചു തുടങ്ങിനാർ. സാവരാജംഗമാജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൻ. ജാനകീ ജീവനസ്മരണം. രാഘവൻ തത്ര സമാധിവിരതനായ ഗന്ധദേശേ മരുവന്തശന്തരെ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഗം. രാഘവനോട് ചോദിച്ചരുളിടിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗ ആഖ്യാഹി മോക്ഷദം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമീകൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിധേ. നാരദവ്യാസവിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു. നിത്യം പുരുഷാസമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്ന് കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടീയനോ മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണാനേവാമുണർത്തിച്ച നേരത്തു തക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിൽ അവസാനമില്ലെന്നറിയുക നീ. എങ്കിലും ചൊല്ലുവാൻ ഒട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവം ആരാധിക്കമാമെടോ. ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭവാങ്കൽ ആകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലു എന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും ദണ്ഡിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനർ ഉത്തമാമെത്രയും. അതേ വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാർമില്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലാമറിഞ്ഞു സന്ധ്യാവന്ദനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക. സങ്കല്പമെന്നിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക. ശിലായാം പ്രതി മാസുശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിക്കുവാൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറി. പുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിയുക നീ. അഗ്നോ യജിക്ക ഹവിസുകൊണ്ടാതരാൽ അർക്കനെ തണ്ടിലത്തിങ്കലെന്നാകിലോ. മുന്നിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തൊന്നാലതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന
കുശാദ്യങ്ങളാൽ ആസനാമുത്തമമായതു കൽപ്പിച്ചു നൽകണം. ദേവസ്യ സന്മുഖേ ശാന്തനായി ചെന്നിരുന്ന ലിപിന്യാസം കഴിക്കണം ചെയ്യുക. തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക. മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വച്ചു. ദക്ഷിണാഭാഗേ കുസുമാദികളെല്ലാം അക്ഷതാഭക്തിയൈവ സംഭരിച്ചിടണം. പ്രധാനാർത്ഥമായും ആജമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം. പേത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മത്കലം ജീവസംജ്ഞം തടിദുജ്ജലം ഹൃത്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹ്യാമഖീലം ദയാവ്യാപ്തം എന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാദിഷു മത്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക. കേവലം പാദ്യവും അർഘ്യം തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃ സ്നാനവസ്ത്രാവിഭൂഷണൈ. എത്രയുണ്ടുള്ളതു ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനേ ധൂപദീപൈർനൈവേദ്യൈ ബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ. ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിയുക നീ. മാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതന്യേ. ഭക്തിയാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനക്യാ കുമാര നീ. ഉപസാഗ്നോ ചരുണ ഹവിഷാധ സോപാധിനാ ജഗഹോമം മഹാമതേ. തപ്താംബുജാനദ പ്രാഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം. മാമേവ വന്യമധ്യേ സ്ഥിതം ധ്യാനിക്ക. ഹേമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷാദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപായൻ മന്ത്രവിദ്. ഹോമശേഷത്തെ സമാപായേമൻ മന്ത്രവിദ്. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി ഭക്തവാസം നാഗവല്ലീതലാദിയും ദത്വാമദഗ്രേ മഹത്പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമങ്കേ നിധയാനന്ദപൂർവകം. രക്ഷമാം ഘോരാ സംസാരാദിമുഹുരുക്ത നമസ്കാരവും ചെയ്തനന്തരം ഉദ്യസിപ്പിച്ചുടൻ പ്രത്യാമഹസിംഗൽ ഇത്തം ദിനാമനു പൂജിക്ക മത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യന്മുത നിത്യമേവം ക്രിയായോഗാമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും. ഐഹികാസൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ. ഇതം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതൻ കേൾക്കതൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടാമവനെന്നതും. ഭക്ത്യാ പ്രിയാനരുൾ ചെയ്തോരനന്തരം ശേഷാംശജാതനാൻ ലക്ഷ്മണൻ തന്നോട് അശേഷാമിതരുൾ അരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാർ. ഹാജനകൽമജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹനീനാഥേ മമ പ്രിയേ. ഏവമാദീ പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗഖ്യമോടു മരു പുഞ്ചിലാ നേരം. ഇങ്ങനെ വാഴുന്ന കാലാമൊരു ദിനം അങ്ങു കിഷ്കിന്താപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു. പവനജനഗ്രേ വണങ്ങിന്നെ ഗന്ധമാം വണ്ണം കേൾക്കാ കപീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തീരക്കുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചില്ലാതേതുമേ ഏതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിതെന്ന് ഇന്നിഹോ
ബാലി മഹാബലവൻ കവിപുങ്കവന്മാ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയോമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പതിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്ക നീ അദ്യവാശോവാ പരശോധവാ തവാ മൃത്യു ഭവിക്കുമതീനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് ഉർവീശ്വരൻ പരീതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നിതു നീയോ ധരിച്ചതില്ലേതുമേ വാനരാഭാവേന മാനിനീ ശക്തനായി പാനവും ചെയ്തു മതി മറന്നന്യോഹൻ്റെ പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകാലത്തെയും നന്നിങ്ങനെ അഗ്രജനായ ചക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം മഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ട് അഞ്ചസാഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പ്രതീശനാപത്തുമെത്തുകയില്ലല്ലോ സത്യരാമനോടനുജ്ഞയും ഭവൻ പത്തു ദിക്കിങ്കലേക്കും അയച്ചീടണം സപ്തദീപസ്ഥിതന്മാരായ വാനരാസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കപിവീരരെ പാരാതയയ്ക്കാ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ധ്യാനവാനദീനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളാ മന്ദിരം ബുക്കിരുന്നീടിനാൻ മർത്യാനിയോഗം പുരസ്കൃത്യ മാരുതാപുത്രനും വാനരാസത്തമന്മാരെയും പത്തുദിക്കിന്നു മയച്ചാൻ അഭീമദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗപ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതൂ ദാനമാനാതി തൃപ്താത്മന മായാമാനുഷ്യാകാര്യാർത്ഥമതിദ്രുതം ജാനകീ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് അങ്ങനെ ആ ബാലിയുടെ നിഗ്രഹത്തിന് ശേഷം വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം ബാലിക്ക് വേണ്ട ആ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആ ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം സുഗ്രീവന് രാജാവായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. സുഗ്രീവൻ രാജാവായിട്ട് ആ അംഗദനെ യുവരാജാവായിട്ടും വാഴിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സുഗ്രീവൻ പറഞ്ഞു, ഇനി അങ്ങ് തന്നെ ഈ രാജ്യത്തെ ഭരിക്കണം, അങ്ങാണ് വേണ്ടത്, അങ്ങയുടെ ദാസനാണ് അടിയൻ, അപ്പോൾ അങ്ങാണ് ഇത് എൻ്റെ അങ്ങയുടെ ആജ്ഞയ്ക്കനുസരിച്ച് ഞാൻ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അതുപോലെ പരിപാലിക്കാം എന്നൊക്കെ പറയും അത് പറ്റില്ല, ഞാനും നീ ഒന്ന് തന്നെയാണ്, നീ തന്നെ രാജാവായിട്ട് വാഴണം, 14 വർഷം ഞാൻ എവിടെയും പോവില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നഗരത്തിൽ പോവില്ല. ലക്ഷ്മണൻ വന്ന് അഭിഷേകമൊക്കെ നടത്തി യുവരാജാവായിട്ട് അംഗദനെ വാഴിച്ച് രാജ്യമെല്ലാം തരും. അതിനുശേഷം 4 മാസം എനിക്ക് ചാതുർമാസ്യ വ്രതമാണ്, ആ സമയത്ത് സന്തോഷത്തോടുകൂടി ഇരിക്കാം. ആ ചാതുർമാസ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ സീതയെ അന്വേഷിച്ച് പോയിട്ട് ആ സീതാദേവി എവിടെയുണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് നമുക്കവിടെ പോയിട്ട് സീതയെ രക്ഷിച്ച് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രീരാമന് അത് പറഞ്ഞതാ. അവരെ ലക്ഷ്മണൻ ചെന്നിട്ട് രാജ്യാഭിഷേകമൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ക്രിയാമാർഗം എന്ന് വെച്ചാൽ നമ്മൾ കർമ്മം ചെയ്തിട്ട്, കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് പല വിധത്തിലുള്ള താന്ത്രിക, ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്യണ താന്ത്രിക കർമ്മങ്ങളെ കൊണ്ട് പൂജ ചെയ്യുള്ളൂ. അങ്ങനത്തെ പൂജാവിധികൾ എന്താണെന്ന് ചോദിക്കുകയാണ്. എല്ലാ വിധികളെ പറ്റിയിട്ടും പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ പറയണു അങ്ങനെയുള്ളത് ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ അത് എല്ലാവർക്കും, അപ്പോൾ വർണ്ണാശ്രമങ്ങൾ ഏത് വർണ്ണത്തിൽ പെട്ടവർക്കും ക്രിയാമാർഗമൊക്കെ പഠിച്ച് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു തരണം എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ആ നാരദൻ, വ്യാസൻ, ബ്രഹ്മദേവൻ അവരൊക്കെ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ഇത് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ പറയണു പല വിധത്തിലുള്ള പൂജാവിധികളുണ്ട്. ഇതൊക്കെ അവസാനമില്ലാത്ത അത്രയ്ക്കും പൂജാവിധികളുണ്ട്. ഓരോന്നിനും ഓരോ തരമാണ് ഉള്ളത്. എങ്കിലും സാമാന്യത്തിലുള്ള ഒരെണ്ണം ഞാനിതാ പറഞ്ഞു തരാം എന്ന് പറയണു. ശാസ്ത്രവിധി അനുസരിച്ചിട്ട് ഭൂമിയിൽ
ഇതാ ആ ദ്വിജത്വം എന്ന് വെച്ചാൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആചാര്യനിൽ നിന്ന് മന്ത്രോപദേശം വാങ്ങിയിട്ട് ആചാര്യൻ അതനുസരിച്ച് പൂജിക്കണം. അത് ഹൃദയകമലത്തിലോ അഗ്നിയിലോ പ്രതിമകളിലോ ആദിത്യനിലോ ജലത്തിലോ അങ്ങനെ ചതുരാകൃതിയിൽ ഇങ്ങനെ നമ്മൾ പൽമട്ട് പൂജിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അത് ഈ ബ്രാഹ്മണന്മാർക്കുള്ള പൂജാവിധികളെ പറ്റിയിട്ടാണ് ഈ പറയണത്. അങ്ങനെ പല വിധത്തിലും പൂജിക്കാം. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞ പറഞ്ഞ തരത്തിൽ ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് ആണ് ചെയ്യേണ്ടത്. മൂലമന്ത്രമൊക്കെ ജപിച്ച് സന്ധ്യാവന്ദനം ഗുരുവിൽ നിന്ന് ഉപദേശമൊക്കെ നേടി. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? ഗുരു ഉപദേശമൊക്കെ നേടണം, ഗുരുനാഥൻ ഉണ്ടാവണം, വിദ്യകളൊക്കെ പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പൂജ ചെയ്ത് നിത്യവും ആചാര്യനെ പൂജിക്കുമ്പോൾ ആദ്യം ഗുരുവിനെ പൂജിക്കണം. അപ്പോൾ ഗുരുവിനെ ആരാണ്? ഗുരു സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് കഴിഞ്ഞിട്ട് വേണം പൂജിക്കാൻ. എന്നിട്ട് ശിലയിലോ പ്രതിമയിലോ ഏതിലെങ്കിലും അഭിഷേകം ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ ചെയ്യണത് അഭിഷേകം ചെയ്യുക. പിന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പുഷ്പഗ്രന്ഥങ്ങളൊക്കെ ചാർത്തി പൂജിക്കുക. പ്രതിമകളിൽ അലങ്കാരം ചെയ്യുക. എത്ര അലങ്കാരം ചെയ്യണോ അത്രയും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നു ഭഗവാൻ. അങ്ങനെ അലങ്കാരം ചെയ്യുക. അപ്പോൾ അവർക്ക് അലങ്കാര പൂജ ചെയ്യുന്നുണ്ട്, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന പറയാം. നമ്മൾ നമ്മുടെ അവിടെ ഭഗവാന്റെ ഒരു വിഗ്രഹമോ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ധാരാളം പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഭഗവാനെ അങ്ങനെ അലങ്കരിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തിക്ക് ഏറ്റവും നല്ലതാണ് അലങ്കാര പൂജ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അലങ്കാര പൂജ ചെയ്യാം. ഹവിസുകളെ കൊണ്ട് അഗ്നിയിൽ പൂജ ചെയ്യാം. പിന്നെ പത്മൊക്കെ ഇട്ട് പൂജിക്കുക എന്നുള്ളത് അത് ചെയ്യാം. അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് സമർപ്പിക്കുന്നതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അത് സുഗന്ധ പുഷ്പങ്ങൾ, അക്ഷതങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിക്കുമ്പോൾ അപ്പം മുതലായ സാധനങ്ങളൊക്കെ അതിൽ ഇടണില്ലേ, ഹോമിക്കണില്ലേ? അതന്നെ അങ്ങനെ എല്ലാം കൊണ്ടും പൂജ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മുമ്പിലിരുന്നിട്ട് മന്ത്രം ജപിക്കണം. ഈ പൂജ മാത്രം പോരാ, മന്ത്രം ജപിക്കണം, നാമം ജപിക്കുക തന്നെ വേണം, ജപിക്കണം. അങ്ങനെയുള്ള പിന്നെ ഓരോ കലശമൊക്കെ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ആ പൂജയുടെ കർമ്മങ്ങൾ നമ്മളൊരു ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മമല്ല പറയണത്, ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ വിശദമായിട്ട് പറയണത്. അങ്ങനെ ഭക്തിപൂർവം പല വിധത്തിൽ പൂജിച്ച് അങ്ങനെ ചെയ്താൽ ഭക്തൻ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ചെയ്യണം, എന്നെ ധ്യാനിച്ച് നാമം ജപിക്കണം എന്നെല്ലാം പറയണു. പിന്നെ എനിക്കിതാ പല വിധത്തിലുള്ള സാധനങ്ങൾ അല്ലേ, നാഗവല്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക നാഗവല്ലിയൊക്കെ എന്താണെന്ന് അല്ലേ, ഇപ്പം തന്നെ പറഞ്ഞില്ലേ അങ്ങനെ. ഇതാണ് വെറ്റിലയാണ്. അപ്പോൾ ആ വെറ്റിലയൊക്കെ സമർപ്പിച്ചാന്ന് വെച്ചാൽ താമ്പൂല സമർപ്പണമൊക്കെയാണ്. അപ്പോൾ ഈ പൂജ ചെയ്യണവരൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ദീപം സമർപ്പയാമി, ധൂപം സമർപ്പയാമി, കർപ്പൂരം സമർപ്പയാമി, താമ്പൂലം സമർപ്പയാമി എന്നിട്ട്. കാരണം അത് മാനസ പൂജ നമ്മൾ ചെയ്യണമെന്നില്ല, അതുപോലെയുള്ളൊരു സമ്പ്രദായമാണ്. ഇതൊക്കെ വിധിയാവണ്ണം വച്ച് പൂജിക്കുന്നതും വളരെയധികം നല്ലതാണ്. അങ്ങനെ നിത്യവും പൂജ ചെയ്താൽ ആ ക്രിയായോഗം അനുഷ്ഠിച്ചാൽ എന്നോട് സാരൂപ്യം ഉണ്ടാവും, ഐഹിക സുഖങ്ങൾ അനുഭവിക്കാറാവും. അതാണ് അതിൻ്റെ ഗുണം. അങ്ങനെ ചെയ്താൽ പുറമേയുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ. അപ്പോൾ ഭഗവാനെ അനുഭവിക്കണമെങ്കിൽ ഭക്തിയോട് കൂടിയിട്ടാണ് ഇത് എല്ലാം പറയണു. അങ്ങനെ ഭഗവാനിലേക്ക് അടുത്ത് പിന്നെ നമുക്ക് ഇതൊക്കെ നിസ്സാരത അനുഭവിച്ച് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിസ്സാരത ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്നും വേണ്ടാന്ന് തോന്നും. പണ്ട് ആ ടി വിയിലെ സീരിയലുകൾ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് വായിച്ചിട്ട് അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും കാത്തിരിക്കാറുള്ള നമുക്കൊക്കെ ഇപ്പോൾ ടി വി വയ്ക്കാനേ തോന്നണില്ല എന്നുള്ളതുണ്ടെങ്കിൽ അതാണ് പറയണത്. നിർബന്ധമായിട്ട് നമ്മൾ ഉപേക്ഷിച്ചതല്ല, നമ്മളെ വിട്ടുപോയി. ഇപ്പോൾ അത് വച്ചിരുന്നാലും അതില്ല. ഇനിയിപ്പോൾ ഒരു 10 ദിവസം ഈ രാമായണമൊക്കെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് നോക്കൂ, അപ്പോൾ ഈ രാമായണം വിട്ടുപോകും. ഏതിനോടാണോ ചേർന്ന് നിൽക്കുന്നത് നമ്മളോട് ചേർന്ന് വരും. ഇത് വരാൻ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിനോടുള്ള ആസക്തി വിട്ടിട്ട് ഈ ഭഗവാനോട് ചേരാം. പക്ഷേ 2 ദിവസം ഇരുന്നാൽ മതി ഇതിനെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ. അപ്പോഴേക്കും ഇത് വേണ്ടാന്ന് വയ്ക്കും നമ്മൾ. അതാണ് അതിൻ്റെ അത്യത്ഭുതമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നു. അങ്ങനെയുള്ള അതൊക്കെ ഉപദേശിച്ച് ഇത് പഠിക്കുക, അതൊക്കെ ചെയ്യണവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ക്രിയാമാർഗത്തെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഹനുമാൻ വേഗം കിഷ്കിന്ധയിൽ ചെന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു, അങ്ങയുടെ ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. ആ ശ്രീരാമചന്ദ്രപ്രഭു സത്യനിഷ്ഠനാണ്. അങ്ങയോട് സഖ്യം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സത്യം അദ്ദേഹം പരിപാലിച്ചു. പക്ഷേ അങ്ങ് പിന്നെ അതിനെപ്പറ്റി ഓർത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. കാരണം
അദ്ദേഹം നേരത്തെ കാര്യം സാധിച്ചു. അങ്ങത് രാജാഭിഷേകമൊക്കെ കഴിഞ്ഞപ്പോൾ ഭാര്യയോടും പുത്രന്മാരോടൊക്കെ കൂടിയിട്ട് നല്ല നല്ല ആഹാരപാനീയങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് സുഖലോലുപനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അടുത്ത ദിവസത്തിനുള്ളിൽ നിനക്കും മരണം സംഭവിക്കും. പ്രത്യേക ഉപകാരം മറക്കണവൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചതിന് തുല്യമാണ്. ആരെങ്കിലും നമുക്കൊരു ഉപകാരം, അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും ചെറുപ്പത്തിൽ, മോളെ ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് പോകരുത് കേട്ടോ, നല്ല കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് പറയും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കി എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, ആ തന്ന വെള്ളത്തിൻ്റെ സ്മരണ മറക്കരുത്. പല സന്ദർഭങ്ങളിലും എനിക്കത് ഓർമ്മ വരാറുണ്ട്, പല സന്ദർഭങ്ങളിലും അത് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഉപദേശമൊക്കെയാണ് അമ്മമാരും അച്ഛന്മാരൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. കാരണം അവരെ വഴക്ക് കൂടാനല്ല പഠിപ്പിക്കേണ്ടത്, അവരന്നങ്ങനെ ചെയ്തില്ല ഇന്നിങ്ങനെ ചെയ്തില്ല എന്നല്ല. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാൻ തന്നിട്ടുണ്ടോ, അതുപോലെ ആഹാര സാധനങ്ങൾ നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അമേദ്യം കഴിക്കുകയാണ്, തരികയാണ്, കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെ വലിച്ചെറിഞ്ഞ് തരുന്ന ആഹാര സാധനങ്ങളായാലും ഈശ്വരപ്രസാദമായിട്ട് അതിനെ സ്വീകരിച്ച് കഴിക്കണം, നിഷേധിക്കരുത് കേട്ടോ. അവരുടെ സംസ്കാരം കൊണ്ട് അങ്ങനെ പറയുന്നു, നമ്മൾ ഈശ്വരനെ നിഷേധിക്കരുത്. ഇത് അമ്മ പറഞ്ഞു തന്ന 2 കാര്യങ്ങളാണ് ഉള്ളിൽ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കതങ്ങനെ ഓർമ്മ വന്നു. കാരണം അവരൊക്കെ ഓർക്കുക എന്ന് പറയണതും ആ ഗുരുത്വം തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ ഇപ്പം ഒന്ന് ജീവിച്ചിരുന്നു വെച്ചാൽ ഒരുപാട് സന്തോഷിക്കുക അമ്മയാവും. കാരണം അമ്മയാണ് എപ്പോഴും ഈ നാമം ജപിപ്പിക്കാൻ. അച്ഛനൊന്നും അത്ര ശ്രദ്ധയില്ല, ജപിക്കണം എന്നൊന്നും നിർബന്ധിക്കുകയൊന്നുമില്ല. പക്ഷേ തിരുവാതിര സമയമൊക്കെ ആകുമ്പോൾ അമ്മയാണ് ഇരുത്തി നാമം ജപിപ്പിക്കും. നമ്മൾ അലസത കാണിച്ചാൽ അമ്മ വിടില്ലായിരുന്നു. അങ്ങനെ പക്ഷേ ആ ഒരു സംസ്കാരം നമുക്ക് പകർന്നു തന്നതുകൊണ്ട് നമുക്കത് ഇങ്ങനെ വന്നിരിക്കാനായിട്ട് സാധിച്ചു. അത് അമ്മ തന്നെയാണ് നിർബന്ധമായിട്ട്. അച്ഛൻ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ട് ആ മനസ്സിലേക്ക് ഈശ്വരനെ നിറച്ചുവെച്ചാൽ അമ്മ അതുപോലെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് അതൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളും ഓരോ സമയത്തും അത് നമ്മൾ അലസത കാണിക്കുമ്പോൾ അവർ മുറുകെ പിടിച്ചിട്ട്. അപ്പോൾ അത് പറയണം, പ്രത്യുപകാരം മറക്കരുത്, ആരെന്ത് ചെയ്താലും മറക്കരുത്. പിന്നെ അവിടെ രാജാവ് ദുഃഖിച്ച് കഴിയാണ്, അവിടെ രാമൻ ദുഃഖിച്ച് കഴിയണം എന്നീ വാക്ക് പാലിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ആ പറഞ്ഞ കാലാവധിയൊക്കെ തീരാറായി. അപ്പം നീ ഇങ്ങനെ സുഖലോലുപനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇങ്ങനെയാണെങ്കിൽ ആ ബാലിയുടെ മാർഗത്തിലൂടെ എന്നെ പോകാറാവും എന്നൊക്കെ പറയുമ്പോൾ ഭയത്തോട് കൂടിയിട്ട് പറഞ്ഞു, സത്യമാണ്. ഇങ്ങനെ പറയുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ ഒരു രാജാവിനും ആപത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ 10 ദിക്കിലേക്കും ദൂതന്മാരെയൊക്കെ അയച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ആ 15 ദിവസത്തിനുള്ളിൽ ആ വനരവീരന്മാരെയൊക്കെ ഇവിടെ വരുത്തണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കണം. അങ്ങനെ അവിടെ ഇഷ്ടവസ്തുക്കളൊക്കെ ലഭിച്ചത് കൊണ്ട് സംതൃപ്തനായിട്ടുള്ള അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് 10,000 പേരെ വിളിച്ചു വരുത്തി. അവർക്ക് കുറേ വാനരന്മാർക്ക് ധാരാളം ആഹാരങ്ങളും പാനീയങ്ങളും അവർ കുടിക്കുന്ന ഈ തേനൊക്കെ വളരെ ഇഷ്ടമാണ്. കാട്ടുതേനൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ അങ്ങനെയുള്ള പാനീയങ്ങളും ഫലങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോൾ വായുവേഗത്തിൽ ഓരോരോ ദിക്കിലേക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. ഇനി ഇവിടെ ശ്രീരാമൻ്റെ വിരഹതാപം ആണ് പാരായണം ചെയ്യണത്. കുറച്ച് ഭാഗം കൂടി വായിച്ചിട്ട് നമുക്ക് ഇതുപോലെ അനുസ്മരിക്കാം. സീതാന്വേഷണം വരെയുള്ള ഭാഗം വായിച്ചിട്ട് അനുസരിക്കാം. ജാനകീ ജീവനസ്മരണം രാമനും പർവ്വതാമുദനീ ദുഃഖിച്ചു പാമിനിയോടും പിരിഞ്ഞു വാഴും വിധോതാപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ, പാപമയ്യോ മമാ കാൺകുമാര നീ ജാനകീദേവി മരിച്ചിതോ കുത്രജിൽ മാനസാതാപേന ജീവിച്ചിരിക്കയോ, നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കശ്ചിത് പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടാനവന്മമാ, എങ്ങനെ എങ്ങാനുമുണ്ടിരിക്കുന്നതാകിൽ ഞാൻ എങ്ങും ബലാൽ കൊണ്ടുപോരുവൻ നിർണയം,
ജാനകി ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസാഗോപേന നഷ്ടമാക്കിയിടുവൻ. വംശയവും കൂടെ ഒടുക്കുന്നുണ്ടൊരു സംശയമേതുമതീനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനോമാദിത്യനെ പോലെയായതു. ചന്ദ്രജീതാംശുക്കളവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീനനത്രേ തുലം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം ഗതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരത്കാലമെന്നു എന്നതു കണ്ടവൻ വന്നീലയല്ലോ. പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാസവുമെന്നോ ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതീനില്ലൊരു സംശയം. യഥാമരുൾ ചെയ്ത രാഘവനോട് ക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൾ. വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാവിടാകൊൽഘനവദ്യതാവന്തികം ആജ്ഞാപയാമാശു മാമെന്നു പറഞ്ഞതി പ്രജ്ഞനായൊരു സുമിത്രാതനയനും. ആദായ ചാപാതുണീര ഖഡ്ഗങ്ങളും ക്രോധേനഗന്ധും അഭ്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും. ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു അന്ത്യവ്യനല്ല സുഗ്രീവൻ മമാസഖി. കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലാപുരത്തിന് പോകാമറിയുക നീ. ഇഥാമവാനോടു ചെന്നു ചൊന്നാലതീനുത്തരം ചൊല്ലുന്നതും കേട്ടു നീ. വേഗേന വന്നാലതീൻ അനുരൂപമാകുതാമോർത്തു കർത്തവ്യമനന്തരം ജാനകീ ജീവനസ്മരണം. സുഗ്രീവൻ മറന്നു എന്നുള്ള ഒരു ഭാവത്തിൽ വിരഹതാപമാണ് കാണിക്കുന്നത്. സാധാരണ മനുഷ്യരെ പോലെ പറയണു, എന്നേതാ സുഗ്രീവൻ മറന്നില്ല, ഇത്ര ചെയ്തതൊക്കെ മറന്നു വന്നില്ല, ആ സുഖത്തിൽ ഇതായിട്ട് നന്ദി കെട്ടവനായിട്ട് വാഴുകയാണ്. ഈ ശരത്കാലം എത്തിയിട്ട് പറഞ്ഞ വാക്ക് പാലിച്ച് വന്നില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ, ഇതുപോലെ ചെയ്ത ആൾക്കാരെ മറക്കുന്നവൻ ഏറ്റവും വലിയ ദുഷ്ടനാണ്. അത് കാരണം വധിക്കുന്നുണ്ട്. ആ ജ്യേഷ്ഠൻ്റെ വഴിക്ക് തന്നെ പോകണം എന്നൊക്കെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അർജുനൻ പറയാം. നമ്മളെ അമ്മമാരുടെ ഒരു ഭാവം ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും കുറുമ്പ് കുട്ടികൾ കാണിച്ച് ഇന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ ഞാനിന്ന് അടിച്ച് ശരിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും ഞാൻ എന്നൊക്കെ പറയും. പക്ഷെ കൊല്ലാനാണോ? അങ്ങനെയല്ല. അതൊരു സാധാരണ പോലെ തന്നെ ഇതാ പറയണു. അത് കേട്ടപ്പോഴേക്കും ലക്ഷ്മണൻ ക്രുദ്ധനായിട്ട് വദാഹനാണെങ്കിൽ ഞാൻ ഉടനെ പോയി വധിച്ചിട്ടാ വരാൻ ആജ്ഞാപിച്ചോളൂ എന്ന് പറയാണ്. അത് ശരിക്കും അതൊക്കെ ആ ഒരു നമ്മളുടെ വീടുകളിൽ നടക്കുന്ന അതേ ഭാവത്തിൽ ആസ്വദിക്കുമ്പോൾ നല്ല ആസ്വാദനമാണ് കേട്ടോ. അപ്പോൾ പറയാം അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അമ്മമാരോട് പറയും ശരി ഞാനെന്നൊക്കെ ഉടക്കാന്നൊരു വടി അച്ഛനോടിക്കുമ്പോൾ അമ്മ പറയാല്ല നിങ്ങൾ തല്ലൊന്നും വേണ്ട, പേടിപ്പിച്ചാൽ മതി എന്ന് പറയില്ലേ. അതേ ഭാവം തന്നെ അച്ഛൻ്റെ ആ ഒരു ഭാവം, അമ്മയുടെ ഭാവം ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ പറയും ഞാനിപ്പോൾ വധിക്കാം എന്ന് പറഞ്ഞപ്പോൾ പറയും വേണ്ട, അങ്ങനെ വധിക്കുകയൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞതാ. ആ സുഗ്രീവനെ എൻ്റെ അടുത്തേക്ക് ഇതാ ലക്ഷ്മണനെ പറഞ്ഞയക്കണു. ജാനകീ ജീവനസ്മരണം അഗ്രജാത്മാജ്ഞയാ സൗമിത്രി സൗത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടാജാതികൾ എന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനൻ അനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖാസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതാശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ.
മുന്നം ദശരഥൻ ചെയ്ത തപോഫലം തന്നോടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവാനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷാവേഷം ധരിച്ച പരാപരമാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസാമജ്ഞാന സംയുതാമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മോഹ്യനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധമാക്കൂയഥാ രാമനായി മാനുഷാവ്യാപാരജാതയം അഭിധാമാനന്ദനി ആനന്ദദായിനി സൽക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്ക്രിയാകാലദേശോചിതം നിജാചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ സ്വത്വാദികളം ഗുണങ്ങളാൽ താൻ അനുരക്തനെ പോലെ ഭാവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ ശക്തിമാന വ്യക്തൻ അദ്വയൻ കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവദ്വ്യാപ്തൻ അനന്തൻ അനാമയൻ ദിവ്യമുനീശ്വരന്മാർ ധനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടെന്നു ചൊല്ലുന്നിതു ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദാനിഷേവിതൻ. കിഷ്കിന്ധയം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണലിയിട്ടതു മത്കടന്മാരവരെ കണ്ടു പേടിച്ചു ചക്രൂകിലൂകില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞുകല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രാമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാൻ അങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദയനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. പുല്ലൂകവൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണനാഗതനായേ അയതറിഞ്ഞിതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛാവത്സത്വം പിതൃവ്യനെ കൊണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുന്നിതാശു നീച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമവിളംബിതം വരും. ഉഗ്രനാം അഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജാമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവനുൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വനിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തിത അല്ലായിലുണ്ടായി വരും ദൃഢം സന്തസ്തനായ സുഗ്രീവനത് കേട്ടു മന്ത്രിപ്രവരം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോടും കൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സ്വാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരുക ശാന്തനായ ഒരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞവാമയച്ചതാ. താരയോടർക്കാത്മജൻ പറഞ്ഞിടിനൻ. താരാധിപാനനെ പോകനാമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസാവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലൂഷഭാവത്തെയും നീക്കണം. ഇത്തവർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യക്ഷ്യം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്തിയാകുശല പ്രശ്നങ്ങൾ ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗത്തു നിന്നരുളുവൻ അന്തപുരത്തിലമ്മാർ എഴുന്നള്ളണം.
രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിയോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സത്യമെല്ലാം ദ്രുതം ഇതം പറഞ്ഞു കൈയും പിടിച്ചാശു സൗമിത്രിയോട് മന്ദം മന്ദം നടന്നിതു. യൂതപത്മാൻമറിയു വീടും മണിദ്വയാസൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകംശം ചെന്നു മാനിച്ചു നിന്ന് നേരത്തു കാണായി വന്നു. താരേശതുല്യാമുഖിയായ വാനിനി താരാജഗന്മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയോ മുത്തവാനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറും ഇജാതികൾക്കോർക്കണം മർക്കടാവീരം ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുഭവത്കൃപയ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം. ദയാനിധേ ഭക്തപരായണ നാനാദിഗന്ധരം തോറും മരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കബീകുല പ്രൗഢരും വന്നു നിറഞ്ഞിതു. കൺകിവിടെ പുനാരൊന്നിനും ദണ്ഡാമിനിയില്ല നിർണയം. നക്തഞ്ചരാകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്തെ കവി സത്തമന്മാരെല്ലാം പുത്രാകളത്ര മിത്രാന്യുതനാകിയ ഭൃത്യനം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപദാംബുജം വന്ദിച്ചു. കാര്യവും ആശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാത് ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിശ്വസ്തനായ സുഗ്രീവനും സത്വരാമുദ്ധാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലീദക്ഷണാനം കവി സത്തമാനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതാമെന്നും അറിയുക നീ. അഗ്രജാമാർഗം ഗമിക്കയാൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥാനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതാ പുത്രനും ചൊല്ലിനാൻ. ശേഷം ഇത്താമരുൾ ചെയ്വതിനെന്തൊരു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപീസത്തമാനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല. കപീശ്വരൻ രാമകാര്യാർത്ഥമുടർന്നിരിക്കുന്നതു താമസാമന്യേ വനരാപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയില്ലേതും വിസ്മയാമാറ് കണ്ടീലയോ ഭവൻ. വേഗേന നാനാദിഗന്ധത്തിൽ നിന്ന് ആഗതന്മാരായ വാനരാവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയാമെന്നിയേ വാനരാനായകന്മാരുതീ ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യപാദ്യാദേന പൂജ ചെയ്ത് അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യശാലേന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നി യോഗത്തിന് വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്കാം മഹാഭാഗനല്ലോ നീ. നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനടോ. വൈകാതെ പോകാവനത്തിനു നാമിനി രാഘവൻ തന്നെ വസിക്കുന്നതുമെടോ. അങ്ങനെ തന്നെ പുറപ്പെടുങ്ങെങ്കിൽ നാം ഇങ്ങിനി പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി പേരീ മൃദംഗശങ്കാദിനാഥത്തോടും മഞ്ജനാപുത്ര നീലാംഗദാദ്യയിലഞ്ഞ അഞ്ജസ വാനരാസേനയോടും തഥാ ശ്വേതാദപത്ര വ്യജനവും സാമരാസൈന്യ ഖണ്ഡകനെപ്പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമദീനാമോദമോടു നടന്നു കബീവരൻ. ഗഹ്വരദ്വാരി ശിലാതലെ വാഴുന്ന വിഹ്വലമാനസം ശ്രീരാജനാധരം ശ്യാമം ജഗരാമകുടോജ്വലം മാനവം രാമം വിശാലാവിലോചന
വിലോലാവിലോചനം ചാന്തം മധുസ്മിത ചാരുമുഖാംബുജം കാന്താവിരാഹി വിരാഹസന്തപ്തം മനോഹരം കാന്തം മൃഗാപക്ഷി സഞ്ജയാ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കബീവരൻ്റെ നിന്നാശൂതയത് താഴത്തിറങ്ങിനാൻ വീരനായ ഒരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദ അന്തികേ വീണു പൂരിച്ച ഭക്തിയാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരാവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാൻ എന്നരുൾ ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്ത ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ജാനകീ ജീവനസ്മരണം. അങ്ങനെ അവിടേക്ക് ലക്ഷ്മണൻ അവിടെ സുഗ്രീവൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശരിക്കും വരണത് വാനര സമൂഹമൊക്കെ ദഹിച്ചു പോകുമെന്ന് തോന്നിയിത്ര കണ്ണിലെ കോപാഗ്നി കൊണ്ട്. അങ്ങനെ ഞാണൊലിയൊക്കെ ഇട്ടിട്ട് വരണ കണ്ടപ്പോൾ എല്ലാവരും അങ്ങനെ പേടിച്ചു, വാനരന്മാരൊക്കെ പേടിച്ചു പോയി ആ ഒരു ഭാവം കണ്ടപ്പോൾ. എന്നിട്ട് അവരെല്ലാവരും എന്ത് ചെയ്തു, കോട്ടല മതിലുകളിൽ കല്ലും ഇതൊക്കെ കൊണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാൻ, അങ്ങോട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ട്, പേടി വരുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുക വെച്ചിട്ട് തിരിച്ചെതിർക്കാൻ നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറേ വനരന്മാർക്ക് ആ ഞാണൊലി കേട്ടപ്പോൾ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത്രയും ഭയപ്പെട്ടു. ഇത്രയും ശക്തിയുള്ള വാനന്മാർ ഭയപ്പെടണു ആ ലക്ഷ്മണൻ്റെ കേവലം ഞാണൊലി കൊണ്ടെന്ന് പറയണു. അപ്പം അങ്ങനെ ആ സമയത്ത് അംഗദൻ ഓടി വന്നിട്ട് ആ വനരന്മാർ കാട്ടി പറഞ്ഞു വെച്ചിട്ട് ഒറ്റയ്ക്ക് ചെന്ന് നമസ്കരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഉപകാരം ചെയ്ത് മറന്നു പോയാൽ അല്ലെങ്കിൽ ആ മിത്രത്തെ ചതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനർത്ഥമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ പറഞ്ഞു, സുഗ്രീവനെ വധിക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ബാലിയുടെ വഴിക്ക് തന്നെ പോകണമെന്നാണ് സുഗ്രീവൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതല്ലേ സംഭവിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അംഗദൻ ഈ വിവരം ചെന്ന് പറയൂ എന്ന് പറഞ്ഞ് അംഗദനെ പറഞ്ഞയച്ചു. അപ്പോൾ അംഗദൻ വേഗം ഭയപ്പെട്ടിട്ട് വന്ന് പറഞ്ഞു, ലക്ഷ്മണൻ കോപത്തോട് കൂടിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ വാനര സ്വഭാവങ്ങളൊക്കെ കളഞ്ഞിട്ട് വേഗം ചെന്ന് വണങ്ങിയില്ല എങ്കിൽ ആപത്തുണ്ടാവും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ സുഗ്രീവൻ പേടിച്ചിട്ട് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, വേഗം അംഗദൻ്റെ കൂടെ ലക്ഷ്മണനെ ചെന്ന് കാണും, എന്നിട്ട് സമാധാനിപ്പിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞയച്ചിട്ട് താരയോട് പറഞ്ഞു വഴിയിലിറങ്ങി നിൽക്കുക. ഇനിയും കോപം അടങ്ങിയിട്ടില്ലെങ്കിൽ താരയോടെ അമ്മമാരെയൊക്കെ ലക്ഷ്മണൻ അങ്ങനെയാണ് എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അമ്മയെ കണ്ടാൽ ആശ്വാസമല്ലേ കുട്ടികൾക്ക്. അങ്ങനെ എല്ലാം പറഞ്ഞ് ശാന്താക്കിയിട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഹനുമാൻ ലക്ഷ്മണനോട് പറഞ്ഞു, വരൂ, ഈ രാജ്യതാരങ്ങളെയും നഗരശോഭയൊക്കെ കണ്ടിട്ട് സുഗ്രീവനെ കണ്ട് കാര്യം പറയാം. ശ്രീരാമദേവനെ കണ്ടു വണങ്ങണോട് കൂടിയിട്ട് കാര്യമെല്ലാം സാധിക്കുന്നതിന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നടന്ന് അവിടെയുള്ള അവരുടെ രാജ്യം മുഴുവനും കാണിച്ചു കൊടുക്കുക, രാജ്യത്തിൻ്റെ ഭംഗിയും നഗരത്തിൻ്റെ ഭംഗിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ വഴിയിൽ താര നിൽക്കണ കണ്ടപ്പോൾ താരയെ വേഗം ചെന്ന് ആ മാതൃഭാവത്തോട് കൂടിയിട്ട് നിൽക്കണ ആ താരയെ ചെന്ന് നമസ്കരിച്ചപ്പോൾ പറഞ്ഞു, ഭക്തോത്തമനായിട്ടുള്ള ഭക്തനും ഉത്തമനുമായിട്ടുള്ള വാനരനാണ് സുഗ്രീവൻ. ഇങ്ങനെ കോപിച്ചാൽ അവന് പിന്നെന്താ വേറെ ഒരു മാർഗമുള്ളത്? അറിഞ്ഞൂടെ, വാനരന്മാരുടെ സ്വഭാവം ചപലാണ്. ആ സ്വഭാവത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളെപ്പോലെയുള്ള അറിവുള്ളവരല്ലേ ക്ഷമിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇവിടെ നിൽക്കണ ആ വാനരന്മാരെയൊക്കെ കണ്ടോ, ഇത് നിങ്ങളുടെ കാര്യം ഒരിക്കലും സുഗ്രീവൻ മറന്നിട്ടില്ല. എല്ലാവരും വിളിച്ചു വരുത്തി, ഈ വാനര സമൂഹം മുഴുവനും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇവർ വന്ന് നിന്നിട്ട് രാക്ഷസകുലത്തെ മുഴുവനും നശിപ്പിച്ചിട്ട് സീതയെ ആ രാക്ഷസൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാത്രം മതി. അതുകൊണ്ട് സുഗ്രീവനോടുള്ള ആ വൈരം ഭാവം വെടിഞ്ഞിട്ട് സൗഹൃദഭാവം തന്നെ എടുക്കണം എന്നൊക്കെ ആശ്വസിപ്പിച്ചു. അങ്ങനെ വേഗം സുഗ്രീവനെ ചെന്ന് കണ്ടു. സുഗ്രീവനെ ലജ്ജയോട് കൂടിയിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ രഘുനാഥനെ മറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ചോദിച്ചു, അപ്പോൾ വീണ്ടും കോപം കണ്ട വഴി വീണ്ടും ചോദിച്ചു, എന്തിനാ രഘുനാഥനെ രാമനെ മറന്നുവല്ലേ? ബാലിയെ വധിച്ച ആ അമ്പ് ഇപ്പോഴും ഉണ്ട് ആര്യപുത്രൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ആ ജ്യേഷ്ഠൻ പോകണ വഴിക്ക് തന്നെ പോകണം എന്നാണോ നിൻ്റെ ആഗ്രഹം എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതാ അങ്ങനെ പറയാൻ എന്താ കാരണം, ഇപ്പം ഇത് ചോദിക്കാൻ എന്താ കാരണം? ആ വാനരരാജാവ് ശ്രീരാമചന്ദ്രൻ്റെ നേർക്കും ലക്ഷ്മണൻ്റെ നേർക്കും അതീവ ഭക്തിയുള്ള എന്നല്ലേ, എനിക്ക് അത്രയും ഭക്തിയുണ്ട് നിങ്ങളോട്, നിങ്ങൾക്കിപ്പോൾ ഇതെന്താ ചോദിക്കാൻ കാരണം? ഞാൻ മറന്നു എന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല, സത്യം ലംഘിക്കില്ല. അതാ നോക്കൂ, ഈ വാനരന്മാർ മുഴുവൻ ഞാനിതിനൊക്കെ സന്നദ്ധനാക്കി ഞാൻ അങ്ങോട്ട് പുറപ്പെടാനിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ, അത് ആരുടെ സാമർഥ്യം കൊണ്ടാണ്? ഹനുമാൻ സ്വാമിയുടെ വേണ്ട. അതാണ് ഭക്തന്മാർ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇതൊക്കെ എന്താ കാണിക്കണേന്ന് വെച്ചാൽ, ഹനുമാൻ സ്വാമി എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ പ്രതീകമാണ്. നമ്മൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ആ ഈശ്വര കാരുണ്യം നമുക്കൊരു സുഖം വരുമ്പോൾ, ഈശ്വരനെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലൊരു മഹാത്മാക്കൾ ആരെങ്കിലും എത്തിപ്പെട്ടിട്ട് പറയും, അതെ നീ ചെയ്യണത് ശരിയല്ല, ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ആ ഭഗവാനെ മറന്ന് ജീവിക്കരുത്, ഈശ്വരന് നിരക്കാത്തത് ചെയ്യരുത് എന്നും നമ്മളെ ഉപദേശിക്കണവരുണ്ടാവും. ഈ ഹനുമാൻ സ്വാമി തന്നെയാണ് അവരുടെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്കും പറഞ്ഞത്. ഇങ്ങനെ ഈ ഹനുമാൻ സ്വാമി തന്നെയാണ്. അപ്പോൾ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കണോ, അങ്ങനെ ഉപദേശിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവും, ഈശ്വര ഞാൻ മറന്നു പോയില്ലോ ഇത്രയും കാലം എന്നുള്ള തിരിച്ചറിവുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ഭക്തിയോട് കൂടിയിട്ട് ഈശ്വരനെ ഭജിക്കാനിട വരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഓരോന്ന് കാണുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും കൂടി അവിടെ പോയിട്ട് ആ സുഗ്രീവൻ്റെ അതൊക്കെ കഴിച്ച് അവിടെ പോയി ഒരു രാജാവിൻ്റെ അതേ ആ ഭാവത്തോട് കൂടിയിട്ട് രാജാവ് എഴുന്നള്ളണ പോലെ തന്നെ സുഗ്രീവൻ അവിടേക്ക് എഴുന്നള്ളുകയാണ്. അങ്ങനെ ശ്രീരാമസ്വാമിയെ കണ്ടിട്ട് നമസ്കരിച്ചു. അങ്ങനെ പരസ്പരം സൗഖ്യമൊക്കെ ചോദിച്ചുകൊണ്ട് പിടിച്ചിരുത്തി അതിഥി സൽക്കാരമൊക്കെ ചെയ്തു. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ള ഭാഗം വരെ പാരായണം ചെയ്ത് ഇന്ന് സമർപ്പിക്കുകയാണ്. ഇനി സീതാന്വേഷണം മുതലായ ഭാഗങ്ങളാണ്, അത് അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് ഇത്തിരി നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബുധനാഴ്ചയാണ്, ഫിസിയോതെറാപ്പിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് 10 മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞേക്കണം. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ. എന്നാലും നേരത്തെ ആണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, വായിക്കുന്ന സമയം തുടങ്ങുന്ന മുമ്പ്. എന്തായാലും നന്നായി. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം ഉണ്ടാവട്ടെ. എപ്പോഴും നമ്മൾ ആലോചിക്കുക, പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ തത്വതീനൊക്കുമേ ജീവിച്ചിട്ട് കാര്യമില്ല. അത് ആലോചിക്കുക, ഈശ്വരനെ മറന്ന് ജീവിക്കരുത്. ഇന്നത്തെ ഭഗവാൻ ഇന്ന് രാമായണത്തിലൂടെ അതാ പഠിപ്പിച്ചു തന്നത്, ഈശ്വരനെ മറന്ന് ജീവിക്കരുത്. രാമൻ ഇത്രയും ലീലകളാടണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതും ഇത് ഇന്നത്തെ ഭാവത്തിൽ പറയുന്നുണ്ട്. ഇത്രയും ലീലകളാടണത് ഇതൊക്കെ ഭക്തന്മാരെ ഓർത്ത് ഇതൊക്കെ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് ആ ഭക്തന്മാർക്ക് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയണു രാക്ഷസനെ രാവണനെ വധിക്കാനാണ് ദേവന്മാർ പൂജിച്ചിട്ടാണ്, കൗസല്യ പൂജിച്ചിട്ടാണ്, ദശരഥൻ പൂജിച്ചിട്ടാണ്. ഇതൊന്നുമല്ല. ഭഗവാന്റെ ശരിയായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ രൂപം പൂണ്ടിട്ട് ഒരു ജീവിതത്തിലൊരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളെ കാണിച്ചു തന്നിട്ട്, പല ഭാവങ്ങളെ കാണിച്ചു തന്നിട്ട്, അതൊക്കെ നമ്മളിലൂടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ വരും വരായികൾ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി നല്ല മനുഷ്യനായിട്ട് നല്ല ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ ചത്തുപോകുന്നു പാവം ശിവ ചത്തുപോയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നാളേക്ക് നമ്മുടെ ശരീരം മാത്രമേ പോകാൻ പാടുള്ളൂ. നാളേക്ക് നമ്മളെ ഓർക്കാൻ നമ്മൾ എന്തെങ്കിലും ഇവിടെ അവശേഷിച്ചിട്ട് പോകണം. അത് എന്താ നമ്മൾ അവശേഷിപ്പിക്കുക? നമ്മുടെ നന്മ, നമ്മുടെ സ്നേഹം. നമ്മുടെ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞല്ല ആരും നമ്മളെ ഒരിക്കലും എത്ര കാലം കഴിഞ്ഞാലും നമ്മളുടെ സ്നേഹത്തെപ്പറ്റി പറയാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ അവശേഷിക്കണം. അതുപോലെ ഒരു നല്ല ജീവിതം ജീവിച്ചിട്ട് വേണം നമ്മളിതാ ഈ ശരീരം വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സൽഗ്രന്ഥങ്ങളുടെ പാരായണമൊക്കെ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ മാധവനായി കഴിഞ്ഞു. ആ മാധവനെ ആയാൽ മാധവനെ മറക്കണവരുണ്ടാവും, എല്ലാവരും മാധവനെ ഓർക്കും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സിലും പരിപൂർണമായ ആത്മാർത്ഥമായ നിഷ്കപടമായ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹവും പരസ്പരം പെരുമാറുമ്പോൾ ഉണ്ടാവുന്ന ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. കർപ്പൂരം കത്തിച്ച് നാമം ജപിച്ച് സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ശ്രീഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ. കൈതൊഴാം പരമേശാനീരാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ. കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴുങ്കാൽ താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം. ബിഭ്രദ്വാസകനകകപിശം വൈജയന്തിം ജമാലം. രന്ധ്രാൻ വേണോരധരസുരയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാപിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ. തീരേണ
തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ലോകത്തെ അവരെ സന്തോഷിക്കും.